അങ്ങനെ അലാറം അടിക്കുന്നത് കുറേ സമയം അങ്ങനെ മാറ്റി വെച്ച്, പക്ഷേ എഴുന്നേറ്റേ പറ്റുള്ളൂ ഞാൻ എണീച്ചേട്ടോ. ഞാൻ ആകെ ടയേർഡായിരുന്നു. ആ വലിയൊരു ബാഗ് എടുത്ത് തോളത്ത് തൂക്കിയിട്ടുണ്ട് വന്ന് ഭയങ്കര ഷോൾഡർ പെയിൻ ആയിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. രാവിലെ എണീക്കാൻ പോലും പറ്റിയില്ല. പൊക്കുമ്പോക്കില്ല കേട്ടോ, അതാക്കുമ്പോഴുണ്ട്. ഇവിടെ ഇങ്ങനെ പൊക്കിൻ്റെ അകത്ത് ഇരുന്നാൽ പറ്റത്തില്ലല്ലോ, ടെസ്റ്റ് എഴുതാൻ പോകണ്ടേ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ പല്ലൊക്കെ തേച്ച് റെഡിയായി ചായ ഇട്ട് കേട്ടോ. പല്ല് തേക്കാൻ പോയി അവിടെ പോയി തപ്പിയപ്പോഴാണ് ഇവിടെ തന്നെ എന്താ പറയുക, അയ്യോ ബ്രഷും പേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നത്. വാങ്ങാൻ രാത്രി പാതിരാത്രിക്ക് ഇരുട്ട് നല്ലിട്ട് ഞാൻ അവിടെ വരെ പോയത്. ഇവിടെ ഇട്ട് ചായ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണോ എന്തോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഉണ്ടാക്കിയൊക്കെ വന്നപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ചായ ഉണ്ടാക്കിയതല്ല, പിന്നെ 2 അടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു പോണോ, പോയില്ലെങ്കിൽ ഏട്ടൻ എന്നെ കൊല്ലും. നേരത്തെ പൈസ തന്നെ പറഞ്ഞു വിട്ടതാട്ടോ എൻ്റെ നിർബന്ധത്തിന്. അങ്ങനെ പെട്ടെന്ന് ഒരു ആവി പിടിക്കാൻ ആവേശത്തിന് ചൂടെ പാത്രം അങ്ങോട്ട് തുറന്നത് ഭയങ്കര ആവിയായിരുന്നു കേട്ടോ. അതങ്ങോട്ട് മൂത്ത് വന്നങ്ങ് പുള്ളി. ഈ ഡ്രസ്സ് കണ്ടോ, നല്ല രസമുണ്ടല്ലോ. ഞാനിങ്ങനെ ഇടാനൊരു ചാൻസ് നോക്കി ഇരുന്ന് പിന്നെ ഒരു ചാൻസ് കിട്ടിയത് ഇപ്പോഴാട്ടോ. ഇത് വാങ്ങിച്ച ശേഷം ആദ്യം ആയിരുന്നു, ഫസ്റ്റ് ടൈം ആട്ടോ വണ്ണം വെച്ചതിന് ശേഷം ഇത്രയും ഡ്രസ്സൊക്കെ ഇടുന്നത്. നല്ല ഡ്രസ്സായിരുന്നു. ഇത് ഇട്ടുണ്ടാവും പോയി. അപ്പോഴത്തേക്ക് അപ്പുറത്ത് താമസിക്കുന്ന നമ്മുടെ ഇടുക്കിയിലെ ആ കുട്ടിയില്ല, അത് രാവിലെ വന്നിട്ട് എന്നെ കണ്ടമാനം പേടിച്ചു, ചേച്ചി കമ്മലിടല്ലേ, ഫോൺ എടുക്കല്ലേ, അങ്ങനെ പറഞ്ഞ് പേടിച്ച് ഞാൻ ഹോൾ ടിക്കറ്റും പേനല്ലാത്തൊരു സാധനം എടുത്തില്ല കേട്ടോ. എല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോയത്. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ റൂമൊക്കെ സെറ്റാക്കി. ഇനിയാണ് കഥ നടക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ മറന്നു വെക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഏട്ടൻ എന്നോട് കുറേ തവണ വിളിച്ച് പറഞ്ഞു, നല്ലോണം നോക്കണേ, എല്ലാം എടുത്തോണെന്ന്. ചാർജർ കണ്ടോ എൻ്റെ പുറകെ കുത്തി വെച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ വാചകമൊക്കെ അടിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ചാർജർ ഇവിടെ തന്നെ വെച്ചിട്ട് ഭദ്രമായിട്ട് വെച്ചിട്ട് തിരിച്ചങ്ങ് പോയിട്ട് റൂമിൻ്റെ കീയൊക്കെ എടുത്ത് ഞാൻ സ്ഥലം വിട്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ വിളിച്ച് ഈ ചാർജർ ഞാൻ കൊറിയർ ചെയ്യിപ്പിച്ചു കേട്ടോ. കഷ്ടം, ഇവർ പാവങ്ങളാണ്. ഇവർ വില്ലിങ് ആയതുകൊണ്ട് ഇത് കിട്ടി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ വേറെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നു തന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.